എന്താണ് ദുബായ് റിയൽ എസ്റ്റേറ്റ്? ആർക്കൊക്കെയാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതിന്റെ എക്സ്പെൻസസ്, പ്രോഫിറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തുകൊണ്ട് ദുബായ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ദുബായ് എന്നത് UAE എന്ന രാജ്യത്തിലെ ഒരു ചെറിയ എമിറേറ്റ് എന്നതിനേക്കാൾ ഉപരി UAE എന്ന വലിയ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിറ്റിയായി മാറിയിരിക്കുന്നു. ഈ ഒരു മാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദുബായിയുടെ ഗ്രോത്ത് എത്രത്തോളമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ദുബായ് റിയൽ എസ്റ്റേറ്റ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർട്ടി എന്നതാണെന്ന് ഞാൻ പറയും. കാരണം ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ തന്നെ ഉണ്ടാകും. അതേസമയം ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ബിസിനസിനകത്ത് പല തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഡേ 1 മുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഓപ്പൺ ആയിരിക്കും. അതേസമയം ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ മുടക്കിയ മുതൽ അവിടെ തന്നെ ഉണ്ടാകും. പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. ദുബായ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുകളിൽ ഒന്നാണ്. സ്ഥിരമായ റെന്റൽസ്, ടാക്സ് ഫ്രീ ആയ ഇൻവെസ്റ്റ്മെന്റ്, ഗോൾഡൻ വിസ പോലെ മറ്റനേകം ആനുകൂല്യങ്ങളാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. ദുബായിലെ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് 2 തരമാണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഓഫ് പ്ലാൻ പ്രോപ്പർട്ടീസ്. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ റെഡിയാവുന്ന പ്രോപ്പർട്ടീസിന് പറയുന്ന പേരാണ് ഓഫ് പ്ലാൻ പ്രോപ്പർട്ടീസ്. രണ്ടാമത്തേത് റെഡി പ്രോപ്പർട്ടി. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി ആൾക്കാർ താമസിക്കുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ടൗൺ ഹൗസസ്, വില്ലാസ് എന്നീ പ്രൊജക്ട്സിന് പറയുന്നതാണ് കംപ്ലീഷൻ ആയിട്ടുള്ള റെഡി പ്രോപ്പർട്ടി. റെഡി പ്രോപ്പർട്ടിക്ക് എപ്പോഴും ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയെക്കാളും കൂടുതൽ റേറ്റ് ആയിരിക്കും. റെന്റൽസ് മാത്രം ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ യൂണിറ്റായി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻഡ് യൂസേഴ്സ് ആയിരിക്കും റെഡി പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതേസമയം തവണകളായി പേയ്മെന്റ് അടച്ച് കുറച്ച് ടൈം എടുത്ത് വലിയ പ്രോഫിറ്റ് നേടണം എന്നാഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റെഡി പ്രോപ്പർട്ടിയുടെ മറ്റൊരു നെഗറ്റീവ് സൈഡാണ് റെഡി പ്രോപ്പർട്ടി നമുക്ക് എല്ലായ്പ്പോഴും ഡെവലപ്പറുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം. കാരണം ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ, അതായത് ഓഫ് പ്ലാനിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ യൂണിറ്റ്സ്, അതായത് 90% ഓഫ് ദ യൂണിറ്റ്സ് സോൾഡ് ഔട്ട് ആയി പോകും. അപ്പോൾ നമുക്ക് റെഡി പ്രോപ്പർട്ടി മേടിക്കുന്നത് ഓൾറെഡി ഓഫ് പ്ലാനിൽ മേടിച്ച ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്നായിരിക്കും. അതായത് ആ പ്രോപ്പർട്ടിയുടെ മാക്സിമം അപ്രീസിയേഷനും പ്രോഫിറ്റും എടുത്തതിന് ശേഷം മാത്രമായിരിക്കും അയാൾ ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുക. പിന്നീട് ആ ഓണർ നിശ്ചയിക്കുന്ന ഹയർ വില കൊടുത്തിട്ട് വേണം ആ റെഡി പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാൻ. റെഡി പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ നെഗറ്റീവ്, പ്രോപ്പർട്ടിയുടെ എൻറ്റയർ വാല്യൂ റെഡി ക്യാഷ് ആയോ അതോ മോർഗേജ് വഴിയോ നമ്മൾ ആദ്യം തന്നെ ആ പ്രോപ്പർട്ടിയുടെ സെല്ലർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ പ്രോപ്പർട്ടി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് കിട്ടും. അതേസമയം പ്രോപ്പർട്ടി ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈം ലൊക്കേഷൻ നോക്കി അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു നല്ല വെരി ഗുഡ് റെപ്യൂട്ടഡ് ഡെവലപ്പറുടെ പ്രൊജക്ട് ഓഫ് പ്ലാനിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് യോജിച്ചത്. ഓഫ് പ്ലാൻ പ്രൊജക്ടിന്റെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? ദിസ് ഓഫ് പ്ലാൻ പ്രൊജക്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് എസ്ക്രോ അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങളുടെ ഡൗൺ പേയ്മെന്റ് മുതൽ ഹാൻഡ് ഓവർ വരെയുള്ള എല്ലാ പേയ്മെന്റ് ട്രാൻസാക്ഷൻസും നടക്കുന്നത്. എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ക്യാഷ് ഡയറക്റ്റ് ഡെവലപ്പർക്ക് കൊടുക്കാതെ ഗവൺമെന്റ് ആയ എസ്ക്രോ അക്കൗണ്ടിൽ നിങ്ങളുടെ ക്യാഷ് സുരക്ഷിതമായിരിക്കും. പ്രൊജക്ടിന്റെ പുരോഗതി അനുസരിച്ച് മാത്രമേ എസ്ക്രോ അക്കൗണ്ടിൽ നിന്നും ഡെവലപ്പർക്ക് പണം നൽകൂ. നിങ്ങളുടെ ഓരോ പേയ്മെന്റ് ട്രാൻസാക്ഷൻസും ഈ എസ്ക്രോ അക്കൗണ്ടിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്. 2 കൂട്ടരുടെയും, അതായത് നിങ്ങളുടെയും ഡെവലപ്പറുടെയും പണം സേഫ് ആയിട്ട് വെക്കുന്ന സിസ്റ്റത്തിന്റെ പേരാണ് എസ്ക്രോ. ഇനി ഓഫ് പ്ലാൻ ആണോ റെഡി പ്രോപ്പർട്ടി ആണോ നമ്മളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് വരുന്നത് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം നല്ല റെപ്യൂട്ടഡ് ആയ ഡെവലപ്പറിനെ സെലക്ട് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. എന്താണ് പേയ്മെന്റ് പ്ലാൻ? പേയ്മെന്റ് പ്ലാൻ എന്നാൽ തവണകളായി പണം അടയ്ക്കുന്ന രീതിക്കാണ് പേയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊജക്റ്റും സെലക്ട് ചെയ്യുന്ന ഡെവലപ്പറും അനുസരിച്ച് പേയ്മെന്റ് പ്ലാനിൽ വ്യത്യാസങ്ങൾ വരും. ഉദാഹരണത്തിന് 10% ഡൗൺ പേയ്മെന്റ് ആയി അടയ്ക്കുക. അതിനുശേഷം 40% ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ ടൈം, ബാക്കി വരുന്ന 50% ഹാൻഡ് ഓവറിലും അടയ്ക്കുന്ന ഒരു പേയ്മെന്റ് രീതിയാണിത്.
ഓരോ ഡെവലപ്പറിനും ഓരോ പ്രൊജക്ടിനും ഇതിൽ വ്യത്യാസം വരാവുന്നതാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ബുക്കിംഗ് കൺഫർമേഷൻ അഥവാ യൂണിറ്റ് സെലക്ഷൻ. ഇതിനായി മേടിക്കുന്ന ആളുടെ പാസ്പോർട്ട് കോപ്പി ഡെവലപ്പർ ഓഫീസിലേക്ക് ഇമെയിൽ ചെയ്യുക. അതിനുശേഷം ഡെവലപ്പർ ഓഫീസിൽ നിന്നും കിട്ടുന്ന ബുക്കിംഗ് റിസർവേഷൻ ഫിൽ ചെയ്ത് ടോക്കൺ എമൗണ്ട് കൊടുത്ത് നമ്മളുടെ പ്രോപ്പർട്ടി നമ്മൾക്ക് റിസർവ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ഓൺലൈൻ പേയ്മെന്റ് ലിങ്ക് വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അതായത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ദുബായിൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടോ, ക്ലാരിഫിക്കേഷൻസ് വേണോ, നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതിലുപരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് PDF ഫോർമാറ്റ്, അതായത് ചാർട്ട് വൈസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കുന്നത് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ചാർട്ട് എന്ന് മെസ്സേജ് ചെയ്യുക. താങ്ക് യു.